നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ CPM കോൺഗ്രസ് കുറുവ സംഘമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റ് കേസിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണോ എന്ന സംശയവും അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. എന്തുകൊണ്ട് മന്ത്രി അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതാണ് പ്രധാന ചോദ്യം. തന്ത്രി അറസ്റ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നില്ല? ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ വലിയ രാഷ്ട്രീയക്കാരുണ്ട്. CPM കോൺഗ്രസ് കുറുവ സംഘമാണ് ഇതിന് പിന്നിലെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജനുവരി 14 മകരവിളക്ക് ദിവസം വീട്ടിലും നാട്ടിലും അയ്യപ്പ ജ്യോതി നടത്തും. NDAയുടെ നേതൃത്വത്തിൽ പ്രതിഷേധത്തിന്റെ തുടക്കമായിരിക്കും അതെന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ LDFനും UDFനും എതിരായ സമരമായാണ് അയ്യപ്പ ജ്യോതി തെളിയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മകരവിളക്ക് ദിനത്തിൽ വീടുകളിലും നാട്ടിലും ജ്യോതി തെളിയിച്ചായിരിക്കും പ്രതിഷേധം. SIT നടപടികൾ ദുരൂഹമാണെന്ന് BJP നേതാവ് K സുരേന്ദ്രനും ആരോപിച്ചു. ഇന്ന് തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നേതാക്കൾ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, കടകംപള്ളി സുരേന്ദ്രനെ, PS പ്രശാന്തിന്റെ പേര് പറഞ്ഞു. തന്ത്രിക്ക് ഭണ്ഡാരം സൂക്ഷിക്കാൻ അധികാരമില്ല. കൊള്ള നടന്നതിന്റെ ഉത്തരവാദി ദേവസ്വം ബോർഡാണ്. ആചാരം ലംഘിച്ചതിന് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് മുഖ്യമന്ത്രിയാണെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയതായി പറയുന്നില്ലെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. അതിനിടെ ശബരിമല കട്ടിളപ്പാളി കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ചെങ്ങന്നൂരിലെ വീട്ടിലെത്തി BJP നേതാക്കൾ. ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതിയുടെ നേതൃത്വത്തിലുള്ള BJP നേതാക്കളുടെ സംഘമാണ് വീട്ടിലെത്തിയത്. സൗഹൃദ സന്ദർശനമെന്നാണ് വീട്ടിൽ നിന്നിറങ്ങിയ ശേഷം സന്ദീപ് വചസ്പതി പ്രതികരിച്ചത്. തന്ത്രി കണ്ഠരര് രാജീവരുടെ അറസ്റ്റിൽ സംശയങ്ങളുണ്ടെന്ന് BJP നേതാക്കൾ വ്യക്തമാക്കി. എന്തിനായിരുന്നു ഇത്ര തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്തതെന്ന് വ്യക്തമാക്കണമെന്ന് സന്ദീപ് വചസ്പതി പറഞ്ഞു. ദേവസ്വം മന്ത്രിമാരായിരുന്ന 3 പേർ പുറത്തുണ്ടെന്നിരിക്കെ തന്ത്രിയെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്തത് എന്തിനെന്ന് വ്യക്തമാക്കണം. ഹൈക്കോടതിയുടെ പ്രതിനിധികൾക്കും ഉത്തരവാദിത്തമില്ലേ എന്ന ചോദ്യമുയർത്തിയ BJP കേസിന്റെ മെറിറ്റിലേക്ക് പോകുന്നില്ലെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും അഭിപ്രായപ്പെട്ടു. മന്ത്രിമാരെ രക്ഷിക്കാനാണോ തന്ത്രിയെ പിടിച്ചതെന്ന് സംശയിക്കുന്നതായും BJPയുടെ ആരോപണം. അതേസമയം കണ്ഠരര് രാജീവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്നാണ് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റിയത്. തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിൽ നിന്നും തന്ത്രിയെ ജയിൽ ആംബുലൻസിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. ദേഹപരിശോധനകൾക്ക് ശേഷം തന്ത്രിയെ ആശുപത്രിയിൽ തന്നെ താമസിപ്പിക്കുമോ എന്നതിൽ തീരുമാനമുണ്ടായിരിക്കും. മണിക്കൂറുകൾ ചോദ്യം ചെയ്തതിനു ശേഷമായിരുന്നു തന്ത്രിയെ ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. വ്യക്തമായ പരിശോധനയ്ക്കും നിയമോപദേശത്തിനു ശേഷമാണ് തന്ത്രിയുടെ അറസ്റ്റിലേക്ക് SIT എത്തിയത്. അതേസമയം ദേവസ്വം മാനുവലിൽ തന്ത്രിയുടെ ഭാഗം എടുത്തു പറഞ്ഞുകൊണ്ടാണ് റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അസിസ്റ്റന്റ് കമ്മീഷണർ റാങ്കിൽ വരുന്ന ഒരാളാണ് തന്ത്രി എന്നാണ് മാനുവലിൽ പറയുന്നത്. മാത്രമല്ല, ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കാനുള്ള താന്ത്രികവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉയർന്ന തസ്തികയിലുള്ള ഒരാളാണ് തന്ത്രി കണ്ഠരര് രാജീവർ. തന്ത്രിക്ക് കിട്ടുന്ന പ്രതിഫലത്തെ പടിത്തരം എന്നാണ് മാനുവലിൽ പറയുന്നത്. ആദ്യം പടിത്തരം എന്നത് ദക്ഷിണയാണോ പ്രതിഫലമാണോ എന്നതിൽ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ നിയമോപദേശം തേടിയ ശേഷമാണ് പടിത്തരം പ്രതിഫലം തന്നെയാണെന്നും തന്ത്രി ബോർഡിൽ നിന്നും ശമ്പളം കൈപ്പറ്റുന്നയാളെന്നും SITയുടെ കണ്ടെത്തലുണ്ടായത്. മാത്രമല്ല, കണ്ഠരര് രാജീവരുടെ അഭിഭാഷകന്റെ ചില പോയിന്റുകൾ കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനെന്ന് തന്ത്രി കണ്ഠരര് രാജീവരുടെ അഭിഭാഷകൻ. ആചാര ലംഘനമടക്കം കുറ്റങ്ങൾ നിലനിൽക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കുടുക്കിയതെന്ന് കഴിഞ്ഞ ദിവസം തന്ത്രിയും പറഞ്ഞിരുന്നു. ഉടൻ പരസ്യ പ്രതികരണത്തിന് ഇല്ലെങ്കിലും തന്ത്രിയെ കുടുക്കിയെന്നാണ് ഹൈന്ദവ സംഘടനകളുടെ നിലപാട്. പിണറായി വിജയന്റെ അപ്രീതിയും CPM നിലപാടും ഇതിന് തെളിവെന്നും അദ്ദേഹം പറയുന്നു. കുടുക്കിയതെന്ന് തന്ത്രി കണ്ഠരര് രാജീവരോട് മാധ്യമങ്ങളോട് പറഞ്ഞതിനുള്ള കൂട്ടിച്ചേർക്കലാണ് അഭിഭാഷകന്റെ ഒരു വിശദീകരണം. സ്വർണ്ണപ്പാളിയിൽ തീരുമാനമെടുത്തതും ഉത്തരവാദിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. അന്വേഷണം വഴിതിരിച്ചുവിടാനുള്ള ഗൂഢാലോചനയാണെന്ന് നടന്നത്. വിഷയം പരിശോധിച്ച് നിലപാട് എന്താണെന്ന് പന്തളം കൊട്ടാരം, ശബരിമല കർമ്മസമിതി, ഹിന്ദു ഐക്യവേദി, തന്ത്രി സമാജം, യോഗക്ഷേമ സഭ തുടങ്ങിയ സംഘടനകളുടെ നിലപാട്. പക്ഷേ തന്ത്രിയെ കുടുക്കിയെന്നാണ് വിലയിരുത്തൽ. 1951 ക്ഷേത്രം പുനർനിർമ്മിച്ചപ്പോൾ 18ാം പടിയും ശ്രീകോവിലും അടക്കം കരിങ്കല്ലായിരുന്നു. ചെമ്പുപാളിയും സ്വർണം പൊതിയലുമെല്ലാം പിന്നീട് വന്ന ആഡംബരമാണ്. ഇതിൽ ആചാരങ്ങളില്ല. ബോർഡ് തീരുമാനിച്ച് കൊണ്ടുപോയതിനാൽ തന്ത്രിക്ക് ഇടപെടാനാവില്ല. അപ്പോൾ അറസ്റ്റിന് പിന്നിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതിജീവിക്കാനുള്ള CPM തന്ത്രമാണ് എന്ന വിലയിരുത്തലാണ് എതിർവശത്തുനിന്ന് ഉയർന്നത്. യുവതീ പ്രവേശ ശുദ്ധിക്രിയയിലെ പിണറായിയുടെ അതൃപ്തിയിലും തന്ത്രിക്കെതിരായ സമീപകാലത്തെ CPM നിലപാടുകളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഹൈക്കോടതി നിരീക്ഷണത്തിലാണ് അന്വേഷണമെങ്കിലും ഉദ്യോഗസ്ഥർ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ളവരാണെന്നും അനൗദ്യോഗികമായി പറയുന്നുണ്ട്. താഴമൺ കുടുംബത്തിൽ നിന്ന് ഔദ്യോഗികമായി പ്രതികരണം വന്നിട്ടില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.